തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോൾ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയ സ്നേഹിതരെ, വീട്ടിലൊരു റേഡിയോ ഉണ്ട്. ഒരു പഴയ റേഡിയോ. കുട്ടിക്കാലത്ത് ഞങ്ങളുടെ ദിനചര്യകളെയൊക്കെ നിയന്ത്രിച്ചിരുന്നത് ആ റേഡിയോ ആണ്. റേഡിയോയിൽ നിന്ന് വരുന്ന മനോഹരമായ ഗാനങ്ങളും വാർത്തകളും ഒക്കെ കേട്ട് ഞങ്ങൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും ക്രമീകരിച്ചിരുന്നു. ഇപ്പോൾ നാളുകൾ കുറേ കഴിഞ്ഞു. ഈ അടുത്തയിടെ ഞാൻ വീട്ടിലൊന്ന് പോയപ്പോൾ ആ റേഡിയോ എവിടെയാണെന്ന് ഒന്ന് അന്വേഷിച്ചു. വീടിൻ്റെ ഒരു മുറിയിൽ ഒരു ഒഴിഞ്ഞ കോണിൽ പൊടി പിടിച്ചിരിപ്പുണ്ട് ആ റേഡിയോ. പതിയെ ആ റേഡിയോ എടുത്ത് ആ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് അതൊന്ന് വൃത്തിയാക്കിയെടുത്ത് അതിൻ്റെ ആ കണക്ഷൻ ഇലക്ട്രിക് പ്ലഗിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഓൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും കുറച്ച് ശബ്ദം ഞരക്കവും മൂളലുമൊക്കെ ആയിട്ട് പുറത്തു വന്നു. ഒറ്റപ്പെട്ടവൻ്റെ, പുറന്തള്ളപ്പെട്ടവൻ്റെ ഒരു പ്രതിഷേധം പോലെയുള്ള ചില ശബ്ദങ്ങൾ. തീർച്ചയായിട്ടും ഒരു കാലത്ത് വീടിൻ്റെ പ്രധാന മുറിയിലുണ്ടായിരുന്ന എല്ലാവരാലും ശ്രദ്ധിക്കപ്പെട്ടിരുന്ന റേഡിയോ ഇന്ന് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒരു ഒഴിഞ്ഞ കോണിൽ പൊടി പിടിച്ചിരിക്കുകയാണ്. ജനിക്കാനൊരു കാലം, മരിക്കാനൊരു കാലം, നടാനൊരു കാലം, നട്ടത് പറിക്കാനൊരു കാലം, വിതയ്ക്കാനായി ഒരു കാലം, വിതയ്ക്കാനൊരു കാലം, കൊയ്യാനൊരു കാലം. സഭാപ്രസംഗകൻ്റെ 3-ാം അധ്യായം ഇങ്ങനെ പോകുന്നു. ജീവിതത്തിൽ എല്ലാം ഇങ്ങനെയല്ലേ? നിഷ്കളങ്കമായ ശൈശവവും ചുറുചുറുക്കുള്ള യൗവനവും സംതൃപ്തിയുടെ ജീവിത സായാഹ്നങ്ങളുമൊക്കെ കടന്നു പോകുന്നവരാണ് നമ്മൾ. പ്രകൃതിയിലേക്കൊന്ന് നോക്കാം. എത്ര മനോഹരമാണ് വസന്തകാലത്തെ പൂക്കളും വർഷകാലത്തെ മഴപ്പെയ്ത്തും വേനലിലെ മഴയും മഞ്ഞുകാലത്തെ തണുപ്പുമൊക്കെ ഓരോരോ സൗന്ദര്യങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ജീവിതം എങ്ങനെയാണ്? ഓരോ കാലത്തിനും അതിൻ്റേതായ സൗന്ദര്യങ്ങളുണ്ട്. ഓരോ കാലവും നൽകുന്ന സൗന്ദര്യത്തെ വേണ്ടത്ര രീതിയിൽ സ്വീകരിച്ച് അത് ദൈവം തരുന്നതാണെന്ന് മനസ്സിലാക്കി അതിനെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ അംഗീകരിക്കാനായിട്ട് സാധിക്കണം. ഓരോ കാലവും നമ്മുടെ ജീവിതത്തിൽ ചില അടയാളങ്ങൾ ബാക്കി വയ്ക്കുന്നുണ്ട്. ആ അടയാളങ്ങളെ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയുന്ന വ്യക്തികൾക്കാണ് ആ കാലത്തിൻ്റെ സൗന്ദര്യത്തെ ആസ്വദിക്കാൻ കഴിയുക. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞും ഭാവിയിൽ വരാനിരിക്കുന്ന ഒത്തിരി നന്മകൾ പ്രതീക്ഷയോടെ കാത്തിരുന്നും നമ്മുടെ വർത്തമാനങ്ങളെ നമുക്ക് പച്ചപ്പുള്ളതാക്കി മാറ്റാം. നുറുങ്ങുവെട്ടം.